എല്ലാ സ്റ്റാഫിനും ഒരു ഇൻക്രിമെൻ്റ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 മാസം ആ സാലറി അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ സാലറി മേടിച്ചിട്ടുണ്ട്, മെയ് മാസത്തെ സാലറി വാങ്ങിയിട്ടുണ്ട്, ജൂൺ മാസത്തെ സാലറിയും അവർ സ്വീകരിച്ചിട്ടുണ്ട്. സമരമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ഇത് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്. അത് ഇവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ജൂബിലിയെ പോലെ തന്നെയുള്ള ഒരു സാലറി സ്റ്റൈലിലേക്ക് നമ്മൾ എത്തും എന്നുള്ളൊരു ആവശ്യം. കാര്യം ഇതാണ്, 600 ബെഡിൻ്റെ താഴെയുള്ള കാറ്റഗറിയിലാണ് അമല ഇപ്പോഴും വരുന്നത്. നമ്മൾ ഈ അസോസിയേഷൻ പോലും ഈ നമ്പർ ബേസ്ഡ് കാറ്റഗറിയിൽ വിശ്വസിക്കുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നില്ല. എങ്കിലും 30% അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. പക്ഷേ ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. പക്ഷേ സമരം വരുത്താൻ പോകുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറയുന്നു, ഈ തൃശ്ശൂരത്തെ 2 മേജർ ഹോസ്പിറ്റൽസ് ആണ്, ജൂബിലി പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങളും എത്തിക്കോളാം എന്ന് സംസാരിക്കുന്നത്. ജൂബിലിയുമായിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ആണ് ഞാൻ നടത്തിയത്. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. 1-ാം തീയതി ഇറക്കിയ സർക്കുലറാണ്. ആ ഏപ്രിൽ 1-ാം തീയതി ഇറക്കിയ സർക്കുലറാണ്. അത് ഞങ്ങൾ പാലിച്ചു. മെയ് 1-ാം തീയതി ഏപ്രിൽ മാസത്തെ ശമ്പളം കൊടുക്കുമ്പോൾ മെയ് 1-ാം തീയതി എല്ലാ 1-ാം തീയതിയും തന്നെ ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നവരാണ്. ആ മെയ് 1-ാം തീയതിയിലത്തെ സാലറിയിൽ തന്നെ ഏപ്രിൽ മാസത്തെ സാലറി കൊടുത്തു തുടങ്ങിയവരാണ് ഞങ്ങൾ. ഇത് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞത്, ഈ നേതാക്കന്മാർ പോലും പറഞ്ഞത്, ഇത് ഞങ്ങളെ വെറുതെ പറഞ്ഞു പറ്റിക്കുന്നതാണ്, ഇത് പണ്ടേ തരേണ്ടതായിരുന്നു, ഇപ്പോഴും കൊടുക്കേണ്ടതില്ല, പണ്ടേ തരേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ച് ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. വേറെ ഒരു മാറ്റങ്ങളും അമലയിൽ ഉണ്ടാക്കിയിട്ടില്ല, ഒരു ചർച്ചകളും നടന്നിട്ടില്ല, ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല. അമലയിലെ ഏപ്രിൽ 1-ാം തീയതി സാലറി റിവ്യൂ ചെയ്തിരുന്നവർ പറഞ്ഞിരുന്ന സാലറി തന്നെയാണ്. അപ്പോൾ ഉണ്ടായൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, കാശ് എല്ലാവർക്കും കൂട്ടി കൊടുത്തിരുന്നു. പക്ഷെ അത് ഇവർ സമരം ചെയ്തിട്ടാ കൂട്ടി തരണേന്ന് എഴുതി തന്നാൽ അന്ന് സമരം നിർത്താമെന്ന് നിർത്താമെന്ന്. പക്ഷെ അത് ഇവർ പറഞ്ഞു സമരത്തിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് എഴുതി തരാൻ പറ്റില്ല. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതി കൂട്ടിയ വ്യത്യാസപ്പെടുത്തിയ സാലറി അംഗീകരിക്കാതെ സമരത്തിലിരുന്നവരെ ഇന്ന് രാവിലെ പെട്ടെന്ന് വന്നിട്ട് പറയുന്നു ഇന്ന് കൂട്ടിയിരുന്നു. അപ്പോൾ അതൊരു വസ്തുതാവിരുദ്ധമായ കാര്യമായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ അമല ഒരു തീരുമാനത്തിലെത്തുകയോ ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. അവർ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടി വരും എങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്ന്. ഇപ്പോൾ 3 മാസത്തോളമായി സമരം തുടങ്ങിയിട്ട്, 3 മാസത്തിലധികമായി. ഞങ്ങൾ 1 മാസം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് അതിന് മറികടക്കാൻ തക്ക വിധത്തിൽ ഞങ്ങൾ സ്റ്റാഫുമാരെ റിക്രൂട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 3 മാസം കഴിഞ്ഞ് ഇനി അവർ തിരിച്ചു വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ, ഞങ്ങൾ ആ വിടവുകൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്, റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇനി അവർ തിരിച്ച് വരികയാണെങ്കിൽ നമ്മൾ വേണ്ട എന്ന് പറയില്ല, പക്ഷേ പറ്റുന്ന സ്ഥലങ്ങളിൽ പതുക്കെയാണ് വയ്ക്കുകയുള്ളൂ. 2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ആൻഡ് സെഷനിലേക്ക് കിടക്കാം. ഒന്ന്, കഴിഞ്ഞ ആഴ്ചയിൽ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ, ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നൊരു കാര്യം പറഞ്ഞ്, ഇന്ന് നടന്നൊരു സംഭവം കൂടെ പറഞ്ഞ് നമുക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അമല പ്രതിനിധികളെയും ജൂബിലി പ്രതിനിധികളെയും മറ്റുള്ള യൂണിയൻ മാനേജ്മെൻറ്റ് യൂണിയനുകളും തൊഴിലാളി യൂണിയനുകളൊക്കെ വിളിച്ച് ചർച്ച നടന്നിരുന്നു. ചർച്ച നടന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അവരോട് പറഞ്ഞതാണ്, ഏറ്റവും പെട്ടെന്ന് മിനിമം വേജസ് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിച്ച് നിയമസാധുതയായി കഴിഞ്ഞാൽ എന്നാൽ നിങ്ങൾ നിയമസാധുത ആക്കാൻ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാൻ ഇതിൽ റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ലേബർ ഓഫീസറിനെയാണ്. DLOയുടെ തൃശ്ശൂർ DLO ഞങ്ങളുമായിട്ട് ജോബിൻ പല പ്രാവശ്യം ചർച്ച നടത്തുകയും ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഇന്ന് ജൂബിലിയുടെ മുമ്പിൽ നടന്ന കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇവിടെ വരാവുന്ന രോഗികളെ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങൾ നിർബന്ധപൂർവ്വം അവിടെ റോഡിലെ ആളുകൾക്ക് വരാതിരിക്കാൻ വരുന്നു. ഇതിൻ്റെ ഇടയിലാണ് വളരെ നാടകീയമായിട്ട് ഈ അമല ഇന്നലെ ഈ ദിവസങ്ങളിൽ ചർച്ച നടത്തി. പലരും എന്നോട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടു, ജൂലിയസ് അച്ഛൻ ഇന്നൊരു സാധനം ഒപ്പിട്ട് കൊടുത്തു, അങ്ങനെയൊക്കെ വന്നു. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറയാം. വേറെ എന്തെങ്കിലും ജോഷ് സാറിനോ ഡെൽ ജോസിനോ എന്തെങ്കിലും സൈജോനും പറയാനുണ്ടോ? ജനറൽ മാനേജറുമായിട്ട്
ജനറൽ മാനേജറുടെ പേരിലാണ് ഈ കരാർ, അതായത് ലേബർ ഓഫീസർ ഒപ്പുവെച്ചിട്ടുള്ളത് ഈ ജനറൽ മാനേജറുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അല്ല, അതിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ ഇതുണ്ട്. അതുള്ളത് പറയാം. ഒരു മിനിറ്റ്, അത് കൺഫ്യൂഷൻ നിങ്ങൾ ഏത് പോയിന്റ് ആണെന്ന് പറയൂ. നിങ്ങളുടെ ഉള്ളത് ഇവിടെ ഇല്ലല്ലോ. അല്ല, അതെന്താന്ന് വായിക്കൂ. ലേബർ ഓഫീസറുടെ ലെറ്റർ ആണെങ്കിൽ ഞാൻ പറയാം. അത് ഇന്ന് വന്ന ലെറ്റർ ആണോ? ഇന്ന് ലേബർ ഓഫീസർ ഇന്ന് വന്ന ലെറ്റർ ഒരു ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. പറയാം, അത് പറയാം. അതിന്റെ എക്സ്പ്ലനേഷൻ ആ കത്ത് ഇപ്പൊ ഇറക്കിയതാണ്. ഇപ്പൊ ലേബർ വേണ്ട, ഓഫീസർ ശേഷം ഇറക്കിയതാണ്. പക്ഷെ ഒരു മിനിറ്റ്, ഇതിലൊക്കെ വാസ്തവവിരുദ്ധമായ പല കാര്യങ്ങളും നടക്കുന്നു. വളരെ കേൾക്കൂ, അല്ല, കേൾക്കൂ. അത് പറയണല്ലോ. നിങ്ങളുടെ മാത്രം പറയാനായിട്ട് ഇല്ല കാര്യമില്ല. കേൾക്കൂ, ഞാൻ പറയാം. അതായത് കഴിഞ്ഞ 1-ാം തീയതിയാണ്, കഴിഞ്ഞ നിജസ്ഥിതിയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് മിനിസ്റ്റർ, കഴിഞ്ഞ ബുധനാഴ്ചയാണ് മിനിസ്റ്റർ ജൂലൈ 1-ാം തീയതിയാണ് മീറ്റിംഗ് വിളിക്കുന്നത്. 30-ാം തീയതി ജൂൺ 30-ാം തീയതി ലേബർ ഓഫീസിൽ നിന്ന് നമ്മളുടെ അവിടെ വരികയും ജൂബിലിയിലും വരികയും 2 സ്ഥലത്തൊരു ടീം ഓഫ് ഓഫീസേഴ്സ് വരികയും അതിന് ഇൻസ്പെക്ഷൻ നടക്കുകയും ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽ ആണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2018 മിനിമം വേജ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൂടാതെ തന്നെ 2023 1500 മുതൽ 9000 രൂപ വരെയുള്ള ഇൻക്രിമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. 2026 ഏപ്രിൽ മുതൽ ഞങ്ങൾ സാലറി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സമ്മതിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അരിയർ എന്നല്ല പറഞ്ഞത്, അതിങ്ങനെയാണ്. അന്നും എന്നും ഞങ്ങൾ പറയുന്നതാണ്, പുതിയ നിയമവ്യവസ്ഥ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ കൊടുക്കാൻ മുൻകാല പ്രാബല്യം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞില്ല. അത് അതിൽ പറയുമല്ലോ. അതിൻ്റെ ഒരു റീസണും കൂടെയും പറയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിലും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മന്ത്രിമാർ 5-ാം തീയതി ഒരു കാര്യം തീരുമാനിക്കും എന്ന് ഡിക്ലെയർ ചെയ്യും എന്ന് പറയുകയുണ്ടായിരുന്നു. പിന്നീട് മന്ത്രിമാർ പറയും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒരു ഡേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഡേറ്റ് പറയാൻ കഴിയില്ല. അന്ന് ചോദിച്ച ചോദ്യം 5-ാം തീയതി തീരുമാനിച്ചാൽ കൊടുക്കുമോ എന്നുള്ള ചോദ്യം. അതൊരു കൺഫ്യൂസിങ് ചോദ്യമാണ്. എങ്ങാനും അത് തീരുമാനിച്ചാൽ ഞങ്ങൾ കേസിനെ പോയില്ലേ എന്നുള്ള ചോദ്യത്തിലൊക്കെയാണ്. അതിൽ നീതിയില്ലെങ്കിൽ, അത് നീതിക്ക് വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾ കേസിന് പോകില്ല. ഞങ്ങൾ മാത്രമല്ല, ഏത് സംഘടനകളും കേസിന് പോകും. അതിൽ പരാതികളുണ്ടാവും. പക്ഷേ ഞങ്ങളന്ന് അവരോട് പറഞ്ഞതാണ്, ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞു 2 മാസം കഴിഞ്ഞിട്ട് അത് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ എന്നാണ് മന്ത്രിമാർ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എന്നിട്ടും പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് ആലോചിക്കാം. അതാണ് പറഞ്ഞത്. ഞങ്ങൾ സമരം ആര് കയറി ഇന്ന് 160ഓളം പേര് സമരത്തിന് പോയവർ കയറിയിട്ടുണ്ട്. അവർക്കത് കിട്ടിയിട്ടുമുണ്ട്. ഞങ്ങൾ സമരം ചെയ്ത ആളുകളെ സ്വീകരിക്കും. എങ്ങനെ? ഞങ്ങളുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ അവസരം പോലെ ഇപ്പോഴും ഞങ്ങൾ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവിടുത്തെ അവസരം പോലെ അല്ല, അതിന് കൃത്യം മറുപടി ഇതുള്ളൂ. തിരിച്ച് അവര് കയറ്റാവുന്ന സ്ഥലത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അവർ കയറി അന്ന് തൊട്ട് ഈ പുതിയ ശമ്പളം കൊടുക്കും. ഞങ്ങൾ അവിടെ ജോലിക്ക് കയറുന്ന അന്ന് മുതൽ കൊടുക്കുന്നുണ്ട്. സ്റ്റാഫ് ആണെങ്കിൽ കിട്ടും. ഈ സമരം അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവില്ല. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന മിനിമം വേതന വിജ്ഞാപനം മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പിലാക്കാൻ തയ്യാറാണെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിൽ 2-ാമത്തെ ഭാഗം തെറ്റാണ്. 2-ാമത്തെ ഭാഗം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ലേബർ ഓഫീസർ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. ഞങ്ങൾ ഈ ഒരു പണിഷ്മെന്റ് എടുക്കില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു, അന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 മാസമായി ഇവർ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോഴും അമല ക്യാമ്പസിലുള്ള ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടാണ് അവരിപ്പോഴും സമരത്തിന് പോകുന്നത്. അമല ക്യാൻറ്റീനിൽ നിന്ന് റിഡക്ഷൻ റേറ്റിലുള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഇന്ന് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവർ ഒഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിന്റെ പേരിൽ ഞങ്ങൾ പോലീസിനെ ഇറക്കി, ഞങ്ങൾ അവരെ ഇറക്കിയിട്ടുമില്ല. അല്ല പണിഷ്മെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അമലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ്മാര് 4000 രൂപയും 5000 രൂപയും കൊടുത്ത് പുറത്ത് താമസിക്കുകയാണ്. അവരെല്ലാവരും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണ, അച്ഛാ ഇത് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ 4000 രൂപ കൊടുത്ത് പുറത്ത് താമസിക്കുന്നു. ഇവിടെ ഇവർ 400 രൂപ കൊടുത്തിട്ട് അകത്ത് ഇരുന്നിട്ട് ഇവിടുത്തെ എല്ലാ ഫേവറും പറ്റി പുറത്ത് പോയിട്ട് സമരം ചെയ്യുന്നു.
അത് ഇതിപ്പോ ഇത്രയും പറഞ്ഞത് എന്താ? അത് അവസാനം അതിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഏപ്രിൽ 1 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് നഴ്സുമാർക്ക് 4000 മുതൽ 6000 വരെയാണെന്ന് പറഞ്ഞു. മറ്റുള്ള ജീവനക്കാർക്ക് നമ്മളെല്ലാവർക്കും അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഇക്വേഷൻ അനുസരിച്ച് തന്നെയാണ് ഈ അലവൻസ് 50% എന്ന് പറയുന്നത് നഴ്സുമാർക്കാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഇക്വേഷൻ ഗവൺമെന്റ് നൽകുന്നുണ്ട്. മിനിമം വേജസിൽ അത് കറക്റ്റ് ഉണ്ട്. മുഴുവൻ ജീവനക്കാർക്കും കൊടുത്തിട്ടുണ്ട്. 3 മാസമായിട്ട് അതായത് ആ മിനിമം വേജസിൽ കറക്റ്റ് പറയുന്നുണ്ട്. നേഴ്സുമാർക്ക് ഇത്ര പെർസെൻറ്റേജ്, മറ്റ് ഓരോ സ്റ്റാഫ്മാർക്ക് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ട്. കൊടുത്തു. ഏപ്രിൽ മാസം ശമ്പളം ഏപ്രിൽ 30-ാം തീയതി ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇവിടെ സാലറി പോവുക. ആ ലാസ്റ്റ് വർക്കിംഗ് ഡേ സാലറി പോയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തെ ശമ്പളം പോയിട്ട് ഇപ്പൊ ഈ തിരിച്ച് കയറുന്നവരെ നമ്മൾ ആലോചിച്ചിട്ട് എടുക്കും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ഒരു 3 മാസമായിട്ട് സ്ഥാപനത്തിൽ ഇല്ല. നമുക്ക് സ്ഥാപനം അല്ല തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാല് തിരിച്ച് എടുക്കാം. ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നഴ്സുമാരൊക്കെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഒഴിവുകൾ വരും. ഇപ്പോഴും ഒഴിവുകളുണ്ട്. ഞങ്ങൾ ഒരു ജൂബിലിയിലെ കാര്യം പറഞ്ഞാൽ ഒരു 900-ഓളം നഴ്സുമാരകത്തുണ്ട്. 900-ഓളം നഴ്സുമാരകത്തുണ്ട്. അത് പറഞ്ഞപ്പോൾ നഴ്സുമാരുടെ സമരം എന്ന് പറയരുത്. നഴ്സുമാർ 900-ഓളം പേരകത്തുണ്ട്. ഒരു UNA-യുടെ സമരം എന്ന് കൃത്യം അത് പറയണം. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒഴിവനുസരിച്ച് കയറ്റും. ഒഴിവുകൾ ഇപ്പം അങ്ങനെ പറയാൻ മാത്രമില്ല. ഡെയിലി വേജസ് അല്ല ചില സ്ഥലത്ത് ഒഴിവുകൾ വരും. ഒഴിവുകളുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ കഴിഞ്ഞാൽ പല വാർഡ് അമലയെ സംബന്ധിച്ചിടത്തോളം പല വാർഡുകളും നമ്മൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോ അവിടെ തുറക്കണമെങ്കിൽ നഴ്സുമാർ വേണം. അത് നമ്മൾ ആൾക്കാർ എടുക്കാത്തത് ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നമ്മൾ ഇവര് ഇപ്പൊ എപ്പോഴെങ്കിലും വരുമായിരിക്കും. ഫോർമുല വെക്കാവുന്നതാണല്ലോ മന്ത്രി ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഏറ്റവും വേഗം മിനിമം വേജ് ഫിക്സ് ചെയ്യുക, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അതായത് സമയമെടുക്കും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, ഇതുപോലെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഈ ഫേക്ക് ന്യൂസ് പബ്ലിഷ് ചെയ്യുക, ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുക, അത് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇതിന്റെ പുറകിലുള്ള ഒരു ചേതവിഹാരം എന്ന് പറഞ്ഞാല് ഒരു യൂണിയൻ സമരം ചെയ്യാം, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആശുപത്രികളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒപ്പിടാം. അതിനൊരു വ്യവസ്ഥ വേണം. ഇവർ സമരം ചെയ്യുക, ഇറങ്ങിപ്പോവുക, അവർക്ക് ഇഷ്ടമുള്ള ആശുപത്രികളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒപ്പിടാം. അത് പറ്റില്ല. ഞങ്ങൾ പറയുന്നതല്ല, അതിനൊരു വ്യവസ്ഥ വേണം, ഒരു നിയമം വേണം. ഒരു മിനിറ്റ്. ഇത് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. ഗവൺമെന്റിൽ അതിൻ്റെ കുറവുകളുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ എനിക്ക് ബിന്ദു കൃഷ്ണ മിനിസ്റ്റർ മാഡം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ എത്രയും പെട്ടെന്ന് അതിന് പുറകിൽ നിന്നിട്ട് പബ്ലിഷ് ചെയ്യുന്നു. ഞങ്ങൾക്കും അതാണ് ആഗ്രഹം. കാരണം സമരം ചെയ്ത് കുറച്ച് കാശ് കൂട്ടി കൊടുക്കലല്ല ഇതിൻ്റെ സൊല്യൂഷൻ. അത് കഴിഞ്ഞ് വീണ്ടും വരും. അതായത് ഇപ്പൊ നിലവിൽ ഇന്നത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ഇവര് ഏപ്രിൽ 1 മുതൽ നിശ്ചയിച്ചിട്ടുള്ള വേതനത്തെ അവർ അംഗീകരിച്ചതിന് സമാനമാണ് ഇന്നിപ്പോ നടന്ന കാര്യങ്ങൾ. അപ്പം ആ ഒരു സാലറി അംഗീകരിച്ചുകൊണ്ട് അവർ തിരിച്ചു കയറാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സമരം ചെയ്യുന്നവരെ തിരിച്ചെടുക്കുമോ ഇല്ലയോ? അതാണ് കേൾക്കൂ. നമ്മൾ ഇത്രയും നേരം 160 പേരെ നമ്മൾ തിരിച്ചെടുത്തു. അത് ഒറ്റയും തറ്റയുമായിട്ട് വന്നതാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ച് വന്നാൽ ഞങ്ങൾക്ക് നിലപാടുകൾ എടുക്കേണ്ടി വരും. ഞങ്ങളുടെ സൗകര്യം നോക്കിയിട്ട്, സൗകര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൗകര്യമല്ല, ഹോസ്പിറ്റലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ അവരെ തിരിച്ചെടുക്കുന്നതായിരിക്കും. സാലറിയിൽ ഒരു വ്യത്യാസവും വരുത്താൻ, സമരവുമായിട്ട് ഒരു വ്യത്യാസവും വരുത്താൻ ഞങ്ങൾ തയ്യാറുമല്ല. സമരം ചെയ്യുന്നതിൻ്റെ പേരിൽ വേറെ ഒരു ഇതൊന്നും ചെയ്യാൻ, സാലറി കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. എന്തുകൊണ്ട് അമലയും ജൂബിലിയും ഇങ്ങനെ നിൽക്കുന്നു എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഇതാണ്. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 100-ൽ കൂടുതൽ ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ടായിരുന്ന സ്ഥാപനമാണ് ഞങ്ങളുടെ. 100-ൽ കൂടുതൽ കീമോതെറാപ്പി പേഷ്യൻസ് ഉണ്ടായിരുന്ന സ്ഥാപനമാണ് ആ സമയത്ത് പെർ ഡേ. ഇതുപോലെ തന്നെ തിയേറ്ററുകളിലും ന്യൂനറ്റൽ ICU, കുട്ടികളുടെ ICU, കുഞ്ഞുങ്ങളുടെ ICU 5 പേര് വെന്റിലേറ്ററിലായിരുന്നു. ശ്വാസം കിട്ടാതെ കിടക്കുന്ന പ്രീമച്യൂർ ആയിട്ടുള്ള കുട്ടികൾ. ഞാൻ അവരൊക്കെ വന്നിരുന്ന് കരഞ്ഞതുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കൂട്ടമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രവണത, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഈ സമൂഹത്തോടുള്ള അവരുടെ വെല്ലുവിളിയാണ്. ഇത് നമുക്ക് എന്ത് കാരണം കൊണ്ടും ആവട്ടെ, അവരങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് പോലും തരാതെ ഞങ്ങൾ ഇവരുടെ ലൈഫിനെ റിസ്ക് ആക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന സംവിധാനത്തെ
നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയല്ല, ഈ സമൂഹത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയാണ്. അതുണ്ടാവാൻ പാടില്ല. അത് ഉണ്ടാവാതെ ഇരിക്കാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണമെന്നും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർക്കാൻ വേണ്ടി ചോദിക്കണം. അതായത് ഈ പറഞ്ഞ 4000 രൂപ 6000 രൂപ വരെയുള്ള വർദ്ധനവ് കൊടുത്ത് ഇവർ നിങ്ങൾക്ക് തിരിച്ചെടുത്ത് ഈ പ്രശ്നം പരിഹരിച്ചുകൂടെ? ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്താ? ഇല്ല. അത് കൊടുത്തതല്ലേ? ഓൾറെഡി കൊടുത്തതാണ്. സമരം പിൻവലിക്കാൻ അത് അത് കൊടുത്തതല്ലേ? അതെന്താ ഇനി എന്തിനാ ചോദിക്കുന്നത്? അവര് കേറിക്കോട്ടെ. അത് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ 190 160 പേര് കയറി, അവർക്ക് കൊടുത്തു. കയറട്ടെ കയറുമ്പോൾ ഞാൻ പറഞ്ഞു. അത് ഒരുമിച്ച് ഒരു അത് ഇന്നെടുത്ത ധാരണയൊന്നും അല്ലല്ലോ. ഏപ്രിൽ മുതൽ അവർക്ക് കയറായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് 2 മാസം പുറത്തിരുന്നത്? അംഗീകരിക്കാതെ ഏപ്രിൽ 1 അംഗീകരിക്കാതെ എഴുതി ഒപ്പിട്ട് തന്നാല് കേരളം എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കാതെ സമരം തുടർന്നവരാ. അപ്പൊ അവര് അംഗീകരിച്ചോ ഇത് കൊടുത്തുകൊണ്ട് ഇത് നേരിട്ട് അവരുടെ നേതാക്കന്മാരോട് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഏപ്രിലിൽ. ഇനി അത് അംഗീകരിക്കും. ഏപ്രിലല്ല, ഏപ്രിൽ 1-ാം തീയതി ഇത് കൊടുത്തത്. അതിനു മുമ്പ് പറഞ്ഞു. അല്ല, അപ്പൊ അതിലെ എനിക്കാണ് വ്യക്തതയുണ്ട്. അച്ഛൻ പറഞ്ഞ വളരെ വ്യക്തതയുണ്ട്. തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്ക് പകരമായി കുറെ പേരോട് വന്നിട്ടുണ്ട്. അതായത് ഒരു 100 പേര് ജോലി ചെയ്യേണ്ട സ്ഥലത്ത് 50 പേര് ഇറങ്ങിപ്പോയതിന്റെ പേരിൽ വേറെ 50 പേരെ ഇവിടെ എടുത്തു കഴിഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയർ ആണ്. സമയമനുസരിച്ച്, നാട്ടിലെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് അത് മുന്നോട്ട് പോകുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആണ്. ഇപ്പൊ 500 പേര് ഒരുമിച്ച് വന്നാൽ എടുക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് വളരെ നല്ല ചോദ്യമാണ്. പക്ഷെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കേണ്ടത്, നിയോനറ്റോളജി ആളുകള്, ഡയാലിസിസ് ആളുകൾ, തിയേറ്റർ ആളുകളൊക്കെ അടച്ചിടാൻ പറ്റില്ലല്ലോ. ആ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ ജൂബിലിയിലും എടുത്തിട്ടുണ്ട്, ഡെയിലി വേജസിന് ആളുകൾ എടുത്തിട്ടുണ്ട്, എക്സ്ട്രാ രജിസ്ട്രേഷനുള്ള നിയമപരമായ ആളുകൾ എടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഡയാലിസിസ് വരുന്നവരോ നിയോനറ്റോളജി ഒരു സംഭവം ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം 1:15 സമയത്താണ് കാഷ്വാലിറ്റിയിൽ 2 ട്രോമ കേസ് വന്നപ്പോൾ ആളുകൾ പോയത്. അപ്പൊ നമ്മൾ ആളുകളെ പകരം കൊണ്ടുപോകുന്ന രജിസ്ട്രേഷൻ വരെ. അതില്ലാതെ സ്ഥാപനം ഓടിക്കണ്ടേ? 3 മാസം ഇത്രയധികം ആളുകൾ വരുന്ന ഒരു സ്ഥാപനം നമുക്ക് അടച്ചിടാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഇതിനൊക്കെ ഒരു നിയമവ്യവസ്ഥകളുണ്ടല്ലോ. ആ നിയമവ്യവസ്ഥകളായിട്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങൾ ഇതിനെങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഞങ്ങളെ ആരും എടുക്കില്ല എന്നോ സമരത്തിൽ പോയവരെ തിരിച്ചെടുക്കില്ല എന്നുള്ള ക്യാപ്ഷൻ ഒന്നും ഇടണ്ട. അത് ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ആളുകൾ കയറി 80 ആളുകൾ 100 ആൾക്ക് 50 ആൾ പോയപ്പോൾ 50 ആൾ കയറി എന്ന് പറഞ്ഞു. ഇനി വരുന്ന ആളുകൾ ജോലി ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഈ 160 പേര് തിരിച്ചു വന്നപ്പോ അവരുടെ വേക്കൻസി അനുസരിച്ച് എടുത്തിട്ടുണ്ട്. ജൂബിലിയിലും എത്ര പേര് തിരിച്ചു വന്നതിന് വേക്കൻസി അനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അത് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലെ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് ഇനി മുന്നോട്ട് പോകണം. 100 ദിവസം കഴിഞ്ഞു. അപ്പം ഇവിടെ ഒരു 900 നഴ്സുമാർ ഇപ്പൊ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 2200 കഴിഞ്ഞ ആഴ്ച 2000 OP-കളോട് നടക്കുന്നത്, 800ഓളം IP-കൾ നടക്കുന്നത്. അത് പറഞ്ഞില്ല ഒരിക്കലും. നമ്മളെ സംബന്ധിച്ച് കേരളത്തിന്റെ അല്ലല്ല അതെനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട പോയിന്റ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ല, UNA പ്രവർത്തിക്കില്ല എന്നുള്ളതല്ല ഞങ്ങൾ ചോദിച്ചത്. ഇവിടെ ജോലിക്ക് വരാൻ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം, അവര് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങൾ എടുക്കും. ഇന്ന കാലത്ത് ആദ്യം അവര് അമലയിലെ സ്റ്റാഫായിട്ടല്ലേ അവര് UNA പറഞ്ഞു, അല്ലാതെ UNA വന്നിട്ടല്ലല്ലോ അമലയിലെ സ്റ്റാഫ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിലെ ചിന്തിക്കാറേ ഇല്ല. കേരളത്തിന്റെ പശ്ചാത്തലത്തില് മാത്രമല്ല, ഒരു സ്ഥാപനത്തെ കുറിച്ച് ട്രേഡ് യൂണിയൻ ഉണ്ടാകണം. ട്രേഡ് യൂണിയനെതിരായൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇല്ലീഗലായിട്ട് നടക്കുന്ന, ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന, പേഷ്യൻസിനെ സഫർ ചെയ്യുന്ന പരിപാടികൾ ഞങ്ങൾ യോജിക്കില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും? അല്ല, ഇന്ന് നടന്നല്ലോ. ഇന്ന് ലേബർ ഓഫീസർ ജോവിൻ എന്ന് വളരെ എനിക്ക് വളരെ പോസിറ്റീവ് ആയിരുന്നു അപ്രോച്ച്. റിയലി അപ്രീഷിയേറ്റ്. അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ആ ചോദിച്ചത് ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ. ഈ വളരെ പോസിറ്റീവായിട്ട് ജൂബിലിറ്റി ആളുകളുമായി ചർച്ച നടത്തിയിട്ട് രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ്സ് പറഞ്ഞിട്ട് അദ്ദേഹം കുറേയേറെ ഇതിനെ ശ്രമിച്ചിരുന്നു. അത് നടത്തി. ഞാൻ അത് സാറിലേക്ക് വരാം, മാഡം കഴിഞ്ഞിട്ട് സാറിലേക്ക് വരാം. അത് അവര് പറയുന്നതാണ്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവര് എല്ലാവരും കൂടിയിട്ട് 900 പേരല്ലേ ഉള്ളൂ. 3500 പേർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ.
ഞങ്ങൾ എല്ലാവരുടെയും ശമ്പളം കൂട്ടാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് 30% കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴും നമ്മൾ 50% ആക്കാം എന്നൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അത് ഇവരുമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് അവർ അംഗീകരിക്കാതെയാണ് പോയത്. എന്തോ രേഖാമൂലം കൊടുത്തിട്ടില്ല. അത് അവർക്കല്ല, ആർക്കും. ഞങ്ങളൊരു സർക്കുലർ 1-ാം തീയതി ഞങ്ങൾ നോട്ടീസ് ഇട്ടിട്ടുണ്ട്. 1-ാം തീയതി സർക്കുലർ, ഏപ്രിൽ 1-ാം തീയതി സർക്കുലർ ഇട്ടിട്ടുണ്ട്. മാർച്ചിൽ സമരം തുടങ്ങി. അപ്പൊ തന്നെ ഇവരോട് പറഞ്ഞു. അതൊരു മതപരമായ വിഷയമാക്കി ഉയർത്തേണ്ട കാര്യമുണ്ടോ? ഒരു സമരത്തെ അത് അവരോടാ പറയുന്നത്. ആരോട്? ഞങ്ങളോടാണോ ചോദിക്കുന്നത്, അവരോടാണോ ചോദിക്കുന്നത്? അല്ല, നിങ്ങളോടാണ് ചോദിക്കുന്നത്. അതായത് അതില് കൃത്യമായിട്ട് കോർപ്പറേഷൻ മുന്നിൽ സമരം 11-ാം തീയതി പ്രതിഷേധ സംഗമം. കൃത്യമായിട്ട് ഞങ്ങൾ മന്ത്രിയുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് തുടങ്ങിയത് അപലപനീയമാണ്, വേദനാജനകമാണ്. ഇത് 4.5 ലക്ഷം വരുന്ന വിശ്വാസികളുടെ ആസ്ഥാനത്തെ 2 പ്രാവശ്യം ഖരാവ് ചെയ്തത്. ഞാൻ ഇന്നലെ ഒരു ചാനലുകാരോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് കൂടുതൽ വേദനിപ്പിക്കുന്നത് ജൂബിലിയുടെ CEO എന്നുള്ള നിലയ്ക്കല്ല, ഈ അതിരൂപതയുടെ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് 2 പ്രാവശ്യം ബിഷപ്സ് ഹൗസ് ഖരാവ് ചെയ്ത് അപലപനീയമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, അല്ല ഞാൻ പറഞ്ഞിട്ട് പറയാം. ഞങ്ങളുടെ പ്രസ് ക്ലബ്ബ് ഞങ്ങളുടെ എല്ലാവരും സ്ഥാപനമാണ്. പ്രസ് ക്ലബ്ബ് മെഡിക്കൽ കോളേജ് നടത്തുന്നത് സ്വാഭാവികമായിട്ട് സമരമായിട്ട് വരാൻ അങ്ങോട്ട് തന്നെയാണ്. ശരിയാണ്. എന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റവരുടെ വീട്ടിലേക്കോ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് സമരം അങ്ങോട്ട് വന്നത് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് തീർത്തും തെറ്റാണ്. ഇവിടെ ഏത് സ്ഥാപനങ്ങൾ നടത്തുമ്പോഴാണ് നിങ്ങൾ മറ്റു സഭക്കാരുടെയും മറ്റ് മതവിഭാഗക്കാരുടെയും ആസ്ഥാനത്ത് പോയി സമരം നടത്തുമോ? ഞാൻ പേരുകൾ പറയുന്നില്ല. പല മതവിഭാഗക്കാര്, പല വ്യക്തികൾ ഇവിടെ നടത്തുന്നു. സംഗീതമായിട്ട് പറയരുതെന്ന് മാത്രമേ അല്ല. ബാക്കിയൊക്കെ ബാക്കിയെല്ലാം അതായത് ഒരു മിനിറ്റ്, അതെ നമ്മളത് അതിനുള്ള മറുപടി എന്താ വെച്ചാല്, ഇതൊരു തൊഴിൽ സമരം പോലെ തന്നെ തുടങ്ങിയത്. ഞങ്ങൾ അങ്ങനെ തന്നെ കണ്ടത്. ഇപ്പോഴും അങ്ങനെ കാണാൻ ഇഷ്ടം. എനിക്ക് തോന്നുന്നു മറ്റ് പ്രതിനിധികളും വന്നിട്ടുണ്ട് ഇവിടെ. ഇത് അതിരൂപത ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എന്നുള്ളത് ഒന്നാമത്തെ. അതിന് നേതൃത്വം കൊടുത്തത് സഭയ്ക്കെതിരായിട്ട് അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ പുറത്ത് നിന്ന 2 വൈദികരെ മുന്നിൽ നിർത്തി സഭയ്ക്കെതിരെ പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അവർക്ക് നഴ്സുമാരായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതുപോലെ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ അതിരൂപത അധ്യക്ഷൻ്റെ മുൻപേ മോശമായി സംസാരിക്കുന്ന ചില ഓൺലൈൻ ആൾക്കാരെ തിരഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങിയത് നമ്മളല്ല, ഇത് ജൂബിലിയും അല്ല, ഇത് മുറിവേറ്റ ശരിക്കും പറഞ്ഞാൽ വിഷമിക്കുന്ന വിശ്വാസികളുടെ റിയാക്ഷനാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നും ഇതിലില്ല. 200ഓളം പേരെ എടുത്തിട്ടുണ്ട്. അല്ല ജൂബിലിയിൽ മാത്രം. ഓക്കെ, അതിൽ പോലും പറയുന്നു കേട്ടോ. അതിൽ പലതും ഡെയിലി വേജുകാരുണ്ട്. അതുകൊണ്ട് ഇവരെ മുഴുവൻ ഞങ്ങൾ എടുക്കില്ല എന്നൊന്നും പറയുന്നതിലൊന്നും കഥയില്ല. അതല്ല, നമുക്ക് ഈ ഡെയിലി വേജ് വന്നൊരു നാളെ തൊട്ട് വരണ്ടെന്ന് പറയാൻ പറ്റും. ഒരു ക്രൈസിസ് സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങളൊന്ന് മാനസികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. എങ്കിലും നമ്മൾ അവരോട് അവർ നമ്മുടെ മക്കളാണെന്നുള്ള ഒരു തോന്നലോട് കൂടെ തന്നെയാണ് ഇതേവരെ ഞങ്ങൾക്ക് 500 ചില്ലാനും 500 ചില്ലാൻ ഒരുമിച്ച് ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞല്ലോ നേരത്തെ, 1-2 വാർഡുകൾ അടച്ചിട്ടുണ്ട്. ICUs അത് ഓപ്പൺ ചെയ്യും. ഒരു വരുന്നതോടുകൂടി തന്നെ ഓപ്പൺ ചെയ്ത് തന്നെയാണ് വിളിക്കുക. അവരെ ഏതാണ്ട് ഭയപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. നിങ്ങൾ എന്നിട്ടും ഈ സഭ എന്നുള്ള നിലയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ? അല്ലെ, അതെന്തായി പറയുന്നത്? മയപ്പെട്ട രീതിയാണോ? ഇന്ന് പ്രധാനപ്പെട്ട കവാടം 1-ാം ഗേറ്റ് ഉപരോധിച്ചതാണോ മയപ്പെട്ട രീതികൾ? കഴിഞ്ഞ ഞായറാഴ്ച സൗഹൃദ സംഭാഷണം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് അരമന 8 മണിക്കൂറോ 9 മണിക്കൂർ ഉപരോധിച്ചതാണോ മയപ്പെട്ട രീതികൾ? എന്താ മയപ്പെട്ട രീതി എനിക്ക് കൃത്യം മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇതിപ്പോ ജൂബിലിയും അമലയിൽ, അച്ഛൻ നേരത്തെ പറഞ്ഞു, ജൂബിലി അമലയിൽ തീർക്കേണ്ട ഒരു പ്രശ്നം അവിടേക്ക് പോയി. ഇനി ഇതിനെ മയപ്പെട്ട രീതിയിൽ ആക്കാൻ തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ തൊഴിൽ മന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പറഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ചാനലുകാരെ കണ്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വളരെ ക്ലിയർ ആണ്. ഒന്നുമില്ല. ഞങ്ങൾ അതിന്റെ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞ ഇതാണ്. ഞങ്ങൾ ഒരുമിച്ച് അന്ന് പറഞ്ഞ കാര്യം ഇതായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഡിസ്കഷനിൽ വന്നത് മാനേജ്മെന്റും യൂണിയൻ പ്രതിനിധികളും ഒരുമിച്ച് ഏറ്റവും പെട്ടെന്ന് മിനിമം വേസ് ഇറക്കാനായിട്ട് പറയുന്നു. അച്ഛന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനില്ല? ഇല്ല, അത് അച്ഛൻ ക്ലിയർ ആക്കിയല്ലോ. അത് തന്നെ അച്ഛൻ ക്ലിയർ ആക്കിയല്ലോ. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ട ഒരു ചർച്ചയോ സൈനോ ഒന്നും നടന്നിട്ടില്ല, ഒന്നും ഉണ്ടായില്ല. ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതൊന്നും മാറ്റുമെന്നും പറഞ്ഞിട്ടില്ല. ഏപ്രിൽ 1-ാം തീയതി നടപ്പിൽ വരുത്തിയ പരിഷ്കാരങ്ങളൊന്നും ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ വാക്കാണ്, പ്രാവർത്തികമാക്കിയതാണ്. അതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. സമരം ചെയ്ത നേഴ്സുമാർ ഒന്നിച്ച് കൂട്ടത്തോടെ എടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആർക്കും പറ്റില്ല. എങ്ങനെ പറ്റുക? നിങ്ങളൊന്ന് നമ്മളിപ്പോ പോലും അങ്ങനെയല്ല ചെയ്യുന്നത്. 5-8 പേര് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഇവരുമായിട്ടുള്ള ചർച്ചയിൽ നമ്മളിത് പറഞ്ഞിരുന്നു. ഇനി ഇവരെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. പറ്റില്ല. അല്ല, ഇപ്പോഴും ഇപ്പോഴും പറയുന്നില്ല. പറയുന്നില്ല. അല്ല, ഈ കൂട്ടത്തോടെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് ഇപ്പോഴും ഈ വരുന്ന ആളുകളിലൂടെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. എന്തോ മിനിസ്റ്ററോട് പറഞ്ഞിരുന്നു. ലേബർ മിനിസ്റ്ററോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു അങ്ങനത്തെ ചോദ്യം ഒരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടായില്ല. വന്നിട്ടില്ല. ഒരു ഓപ്ഷൻ ഇപ്പോഴും തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ അല്ലാതെ നോക്കൂ, പറ്റില്ല. ഞങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ എഴുതരുത് പ്ലീസ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ചില സൗകര്യങ്ങൾ ശരിയാക്കണ്ടേ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനുവേണ്ടി ഒരുക്കണ്ടേ, ഒരു അത് ഒരു ഒരുക്കിയിരിക്കും, കാര്യം പറഞ്ഞാല് ചെയ്തിരിക്കും. ഈ ഡെയിലി വേജസിലുള്ളവർ കുറേ പേരെങ്കിലും, ഒരു ഉദാഹരണം പറഞ്ഞാൽ ജർമ്മനിക്ക് പോകാൻ നിൽക്കുന്നവര്, വിസ വെയിറ്റ് ചെയ്യുന്നവര്, അങ്ങനത്തെ കുറെ പേരുണ്ട്. ഡെയിലി വേജസില് ഡെയിലി വേജസില് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവർ കുറെ പേരുണ്ട്. അവർ ഡെയിലി വേജസിൽ പതുക്കെ പോകും. നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. 300 ചില്ലാനും പേരാണ് ജൂബിലിയിൽ നിന്ന് സമരത്തിലുള്ളത്. ഞാൻ 200ഓളം പേരെടുത്തിട്ടുണ്ട്. അവിടെ 150ന്റെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ഈ 200 പേരെടുത്തതിൽ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ട്, വിസ ശരിയായാലൊക്കെ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഏറ്റവും ബേസിക് മതം എന്നൊക്കെ പറയുമ്പോൾ അതിരൂപത അധ്യക്ഷൻ അത്രയും അവഹേളിച്ചിട്ട് പലതും പല ചാനലുകളിലും വന്നിരുന്നു, പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകൾ. അപ്പൊ അത് ആളുടെ അനുയായികള്, വിശ്വാസികൾക്ക് അത്ര വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവര് ഇന്നലെ ഒരു 200ഓളം ഇടവകളില് നടന്നിട്ടുണ്ട്. ഈ 40%-ലധികം ആളുകൾ വിശ്വാസികളായിട്ടുള്ള മക്കളാണ് സമരം ചെയ്യുന്ന ആളുകൾ. സംസാരിക്കാൻ അവിടെ ഒരു നിങ്ങൾക്ക് അവിടെ ഒരു മീഡിയേഷൻ എന്തെങ്കിലും ശ്രമിച്ചൂടെ? നമ്മൾ നോക്കിയിരുന്നു. സമരക്കാരുമായി തന്നെ ചർച്ച ചെയ്യാം. അവരും ഇപ്പോഴും പറയുന്നത് ഞങ്ങളും വിശ്വാസികളാണ്, ഞങ്ങൾ സത്യക്രിസ്ത്യാനികളാണ്. എന്തിനാ ഞാൻ പിന്നെ ആരാണ് ഈ സഭയ്ക്ക് ആരാണ് ചോദിക്കുന്നത്? ചെയർമാന്റെ വസതി എന്ന നിലയ്ക്ക് സമരം നടത്താൻ പറ്റൂല. അവരന്ന് ജപമാലയൊക്കെ ചൊല്ലിയാണ് അവിടെ ഇരുന്നത്. നന്നായി. നന്നായി. പക്ഷെ അതിനുള്ള ഗുണം ഉണ്ടായില്ല. വേറെ എന്തെങ്കിലും ചോദ്യങ്ങള്? സർക്കാർ ഏതെങ്കിലും തരത്തിൽ മുൻ സർക്കാർ കഴിഞ്ഞ LDF സർക്കാർ അതെ, അന്ന് ഇറക്കിയിട്ടുണ്ടെന്നോ. അന്ന് ഇടപെട്ടത് സമരം തുടങ്ങുന്നത് പ്രഖ്യാപിക്കുമ്പോഴാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. ഫെബ്രുവരി 5-ാം തീയതി 4-ാം തീയതി കരട് ഇറക്കി. നോട്ടിഫിക്കേഷൻ ചർച്ചകള് യൂണിയൻ നേതാക്കളൊക്കെ പരസ്പരം ചർച്ചകള് അമരയിലും ജൂബിലും പലപ്പോഴും നടന്നിട്ടുണ്ട്. സമരത്തിന് ശേഷവും നടന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കണം. ഒരു സർക്കാരിന് ചോദ്യം ചോദിച്ചല്ലോ. ഹലോ, അല്ല, താങ്കൾക്ക് കൂടിയുള്ള മറുപടിയാണ്. ഒരു സർക്കാർ ഇറങ്ങിപ്പോവാൻ നിൽക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ആരും സമരത്തിന് ഇറങ്ങാറില്ല. അപ്പൊ അതിന് വേറെ അജണ്ടകളുണ്ടായിരുന്നു. ഈ ഡ്രാഫ്റ്റ് ഇറക്കി മുൻ ഗവൺമെന്റ് ഒരു ഡ്രാഫ്റ്റ് ഇറക്കി. ഒരു ഡ്രാഫ്റ്റ് ഇറക്കിയാൽ 2 മാസം ഉണ്ട് തിരുത്തലുകൾ പറയാം. അതൊന്നും അംഗീകരിക്കാതെ പിറ്റേ ദിവസം സമരത്തിന് പോയവരാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.